നമസ്കാരം. വായ്നാറ്റം എന്നുള്ളത് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. പല ആളുകളും ഇതിൻ്റെ കാരണങ്ങൾ അറിയാനും അതിൻ്റെ പ്രതിവിധിക്കുമായി നമ്മുടെ OPയിൽ കൺസൾട്ട് ചെയ്യാറുണ്ട്. ഈ ഒരു അവസരത്തിൽ എന്താണ് വായ്നാറ്റത്തിൻ്റെ കാരണങ്ങളെന്ന് നമുക്ക് നോക്കാം. രണ്ട് തരത്തിലുള്ള കാരണങ്ങളാണ് പറയുന്നത്. ഒന്നാമതായി വായ്ക്കുള്ളിൽ കാണുന്നവ, രണ്ടാമതായി വായ്ക്ക് പുറത്ത് കാണുന്നവ. വായ്ക്കുള്ളിൽ കാണുന്നവ കാരണങ്ങളിൽ ആദ്യത്തേത് ചില പ്രത്യേക തരത്തിലുള്ള ആഹാര വസ്തുക്കൾ കഴിക്കുമ്പോൾ, ഉദാഹരണമായി വെളുത്തുള്ളി, സവോള തുടങ്ങിയവ. രണ്ടാമതായി പറയുന്ന കാരണങ്ങളാണ് ഭൂരിഭാഗം ആൾക്കാരിലും കാണുന്നത്. അതായത് ഭക്ഷണാവശിഷ്ടങ്ങൾ വായിൽ, അതായത് പല്ലുകളിലും നാക്കിലും അടിഞ്ഞുകൂടുന്ന വഴി ഉണ്ടാകുന്ന വായ്നാറ്റം. ക്രമേണ ഈ ഭക്ഷണാവശിഷ്ടങ്ങൾ കാരണം മോണരോഗങ്ങളും ഉണ്ടാകുന്നു. ഈ മോണരോഗങ്ങൾ കാരണവും വായ്നാറ്റം നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്ത ഒരു കാരണം എന്ന് പറയുന്നത് പല്ലുകളിൽ ഉണ്ടാകുന്ന പോടുകൾ. ആഴത്തിലുള്ള പോടുകൾ ആണ് എന്നുണ്ടെങ്കിൽ അതിൽ ഭക്ഷണം അടിഞ്ഞുകൂടുകയും അത് കാരണം വായ്നാറ്റം ഉണ്ടാവുകയും ചെയ്യുന്നു. അടുത്തതായി വായ്ക്ക് വെളിയിൽ കാണുന്ന കാരണങ്ങൾ. ഒന്നാമതായി ഉദരരോഗമുള്ളവർ, ഉദാഹരണമായി പറഞ്ഞാൽ എന്തെങ്കിലും അസിഡിറ്റി പ്രോബ്ലംസ് ഉള്ളപ്പോൾ, അല്ലെങ്കിൽ തൊണ്ടയിൽ ഇൻഫെക്ഷൻസ് ഉള്ളവർ, അല്ലെങ്കിൽ സൈനസൈറ്റിസ് ഉള്ളവർ. പിന്നെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് പുകവലിയാണ്. അപ്പോൾ വായ്നാറ്റത്തിൻ്റെ പ്രധാന ചികിത്സ എന്ന് പറയുന്നത് അതിൻ്റെ കാരണം കണ്ടെത്തി അതിനുള്ള ചികിത്സയാണ് ചെയ്യേണ്ടത്. വായ്ക്കുള്ളിൽ കാണുന്ന കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് ദന്ത ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ്. ദിവസം 2 നേരം യഥാവിധിയിൽ ബ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലോസിംഗ് എന്നുള്ളതും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. പല്ലുകളുടെ ഇടയിലുള്ള വിടവുകളിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ പോകുന്നതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബ്രഷിൻ്റെ ബ്രിസിലുകൾ എഫക്റ്റീവ് ആയിരിക്കണം എന്നില്ല. അതിനകത്താണ് നമ്മൾ ഫ്ലോസ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ രീതി അറിയത്തില്ല എന്നുള്ളവർ അവരുടെ ഡെൻറ്റിസ്റ്റിനെ സമീപിക്കാവുന്നതാണ്. എല്ലാ 6 മാസവും കൂടുമ്പോൾ റെഗുലറായി ഡെൻ്റൽ ചെക്കപ്പ് നടത്തി നമ്മുടെ പല്ലിൻ്റെയും മോണയുടെയും ആരോഗ്യം കാത്തുസൂക്ഷിക്കണം.